Welcome to Isabella's Jolly Journey. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ ഭാരതം, ഈശ്വരനെ മുഖാമുഖം കണ്ടുമുട്ടിയ ദൈവ അന്വേഷകരുടെ നാട്. ലോകസുഖങ്ങൾ വെടിഞ്ഞ് ഈശ്വരനെ പുൽകാൻ വ്യത്യസ്ത ജീവിതാവസ്ഥകൾ തെരഞ്ഞെടുത്ത മനുഷ്യരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം കണ്ടെത്തുന്നുണ്ട്. ഭക്തി കർമ്മ മാർഗത്തിലൂടെ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും യാത്ര ചെയ്ത അവർ ക്രൈസ്തവ ദർശനമനുസരിച്ച് വിശുദ്ധർ എന്നറിയപ്പെടുന്നു. മരണശേഷവും ഭൂമിയിലേക്ക് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമായി ഇന്നും അവർ മനുഷ്യരെ തൊട്ടു നിൽക്കുന്നു. ആ സുഗന്ധ വഴികളിലൂടെ നമുക്കും ഒന്ന് യാത്ര ചെയ്യാം. ഇപ്പൊ വരാമേ. നീ എന്തെടുക്കാ? എത്ര നേരമായി നിന്നെ ചായ കുടിക്കാൻ വിളിക്കുന്നു? എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും? സ്കൂള് വിട്ട് വന്നപ്പോ മുതൽ ഈ പെണ്ണ് ഫോണിലാണ്. ചായ തണുത്താറി. അപ്പച്ച, ജൂലൈ 16 സ്കൂളിൽ കാർമൽ ഡേ ആണ്. വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ടീച്ചർ എന്നെ ഏൽപ്പിച്ചിരിക്കുക. കുറച്ച് ഇമേജസ് ടീച്ചർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ, അപ്പൊ ഇതാണല്ലേ കാര്യം. എന്നിട്ട് എന്തായി? ഓക്കെ ആയോ? കുറെ കാര്യങ്ങൾ കിട്ടി. പക്ഷെ ഇതൊക്കെ വളരെ ഷോർട്ടാക്കി എങ്ങനെ അവതരിപ്പിക്കുമെന്ന് നോ ഐഡിയ. മോളെ, ഈ വിശുദ്ധാത്മാക്കൾ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട്. ആ, എന്താ പറയ്? നോക്കട്ടെ, ഏതൊക്കെ വിശുദ്ധരാ? ആഹാ, എനിക്ക് പ്രിയപ്പെട്ട ആവിലായിലെ വിശുദ്ധ ത്രേസ്യ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ചില ഉപദേശങ്ങൾ ഗാനരൂപത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ചില സങ്കടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആ പാട്ട് എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തി.
അടിപൊളി. ഓ, കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെയും മോൾക്ക് പരിചയപ്പെടുത്താൻ തന്നിട്ടുണ്ടല്ലോ. മോളെ, ജീവിതത്തിലുണ്ടായ കഠിനമായ തെറ്റിദ്ധാരണകളെയും ദുരിതങ്ങളെയും യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം സ്വീകരിച്ചു. ഒരിക്കൽ യേശു ഒരു ദർശനത്തിൽ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു അത്രേ: ജോൺ, നീ എനിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നല്ലോ. നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നാഥ, എനിക്ക് നിന്നെ പ്രതി കൂടുതൽ സഹിക്കുവാൻ അവസരം തന്നാൽ മതി, മറ്റൊന്നും വേണ്ട. എന്റെ അമ്മ സഹനം ചോദിച്ചു വാങ്ങുകയോ? അതേ മോളെ, ഈ ലോകത്തിൽ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഏറ്റെടുക്കുമ്പോൾ അതൊന്നും പാഴല്ല എന്നാണ് ഇവരൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ആരെ കുറിച്ചാ മോൾക്ക് അറിയണ്ടേ? ഓ, വിശുദ്ധ ചാവറയച്ചൻ. കർമ്മല സഭയുടെ ധ്യാനാത്മകതയിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി സന്യാസിനി സഭ സ്ഥാപിച്ച യോഗിയാണ് അദ്ദേഹം. ആ, അതെനിക്കറിയാം. CMC സന്യാസ സഭയുടെ സ്ഥാപകനല്ലേ ചാവറയച്ചൻ? അതെ, ഈ കേരളക്കരയിൽ ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായ രംഗത്ത് ഈ ദൈവമനുഷ്യൻ നൽകിയിട്ടുള്ള സമ്പന്നത എത്രമാത്രമെന്ന് കുറച്ചൊക്കെ മോൾക്ക് അറിയാമായിരിക്കും. ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്ന ഒരു അച്ഛനല്ലേ? എല്ലാ ജാതിയിലും പെട്ടവർക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ മാന്നാനത്ത് അദ്ദേഹം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ഈ കേരള നാട്ടിൽ ഉടനീളം പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങളും വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണങ്ങളും ഒക്കെ തുടങ്ങിയത് അദ്ദേഹമാണ്. അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ മോളുടെ അന്വേഷണത്തിന് വിടുകയാണ്. വിശുദ്ധ ചാവറയച്ചൻ കുടുംബങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങൾ കുടുംബചട്ടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് കുറച്ചെങ്കിലും മോൾ അറിഞ്ഞേ പറ്റൂ.
എനിക്ക് അറിയേണ്ടത് വിശുദ്ധ ഏവപ്രാസ്യമ്മയെ കുറിച്ചാണ്. തൃശ്ശൂക്കാരിയായ ഞാൻ തന്നെ പറയാം എന്റെ നാട്ടുകാരിയെ കുറിച്ച്. അത് ശരിയാ. ഒല്ലൂർക്കാരൊക്കെ അമ്മയെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് വിളിക്കുന്നത്. പ്രാർത്ഥിച്ച് കാര്യം നേടിക്കൊടുത്തിരുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു അവര്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ്. വലിയ പ്രതാപമുണ്ടായിരുന്ന തന്റെ കുടുംബം സാമ്പത്തികമായി വല്ലാതെ ക്ഷയിച്ചപ്പോൾ അമ്മ തന്റെ കുടുംബാംഗങ്ങൾക്ക് നൽകിയ ഉപദേശം എന്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതെന്താ? മക്കളെ, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. ആ ഇതാര്? അന്നമ്മ ചേച്ചിയോ? ഇന്ന് 2ാം ശനിയാഴ്ചയല്ലേ, ഒന്ന് കുമ്പസാരിച്ചു വരാമെന്ന് വെച്ച് പള്ളിയിൽ പോയതാ. എന്താ 3 പേരും കൂടെ കാര്യമായ ചർച്ചയിലാണല്ലോ. ഈ പെണ്ണിന് വിശുദ്ധരെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്നമ്മ ചേച്ചി. ആ കൊള്ളാലോ മോളെ. ഈ കറുകുറ്റിക്കരയില് ഏറെ കാലം ജീവിച്ച് കർത്താവീശോ മിശിഹായോട് എപ്പോഴും വലിയ എരിവോടെ പ്രാർത്ഥിക്കുകയും എല്ലാ മനുഷ്യരോടും വലിയ കാരുണ്യമൊക്കെ കാണിച്ച് ജീവിച്ച ഒരു സെലീനാമ്മയുണ്ടായിരുന്നു, മേരി സെലീനാമ്മ. ആ അമ്മയുടെ പടം ഇതിൽ നോക്കിയാൽ കിട്ടും. കൊച്ചൊന്ന് നോക്കിയേ. ആ കറുകുറ്റി CMC മഠത്തിലല്ലേ സെലീനാമ്മയുടെ ഖബറുടെ ഇപ്പോൾ ഉള്ളത്? പഠിക്കുന്ന കുട്ടികളോട് വലിയ കാര്യമായിരുന്നു അമ്മയ്ക്ക്. കറുകുറ്റി സ്കൂളിലെ ടീച്ചറും PTA പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നല്ലോ സെലീനാമ്മ. സെലീനാമ്മയോട് പ്രാർത്ഥിക്കുന്നവർക്ക് ആ അമ്മയിലൂടെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. സെലീനാമ്മയെ കുറിച്ച് ചെറുതായിട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത്തവണത്തെ എന്റെ മാത്തമാറ്റിക്സ് എക്സാം പൊളിക്കും എങ്ങനെയെന്നല്ലേ, അത് ഞാൻ സെലീനാമ്മ അങ്ങോട്ട് ഏൽപ്പിച്ചു. അത് നല്ല കാര്യമാണ്. സെലീനാമ്മ ദൈവത്തോട് പറഞ്ഞാൽ കണക്കൊക്കെ നിന്റെ തലേ കേറും കൊച്ചേ. ആ പറഞ്ഞു നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരാളും കൂടി ഉണ്ട് കേട്ടാ. അതെന്റെ സ്വന്തം വിശുദ്ധയാ, വിശുദ്ധ കൊച്ചുത്രേസ്യ. എന്റെ പേരുകാരിയായ ഈ വിശുദ്ധയെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് തന്നെ അറിയണം. നിനക്ക് ഡാൻസ് വലിയ കമ്പാണല്ലോ. നിന്റെ സ്വന്തം വിശുദ്ധയെ ഡാൻസിലൂടെ തന്നെ പരിചയപ്പെട്ടുള്ളൂ. സ്വർഗത്തിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ വരസൂനമാരിയാം പുണ്യവതി ശിശുമാനസങ്ങളിൽ വിടരുന്ന ചെറുപുഷ്പമേ, ലിസ്യുവിൻ വിശുദ്ധയാം കൊച്ചുത്രേസ്യ, ലിസ്യുവിൻ വിശുദ്ധയാം കൊച്ചുത്രേസ്യ. അന്നു
ഫ്രാൻസിൽ അലൻസോണിൽ ലൂയിസലി ദമ്പതികൾക്കൊമ്പതു നറുപൂക്കളേകി പൊന്നു തമ്പുരാൻ. ഒമ്പതാമതായി വന്നതാൻ വെഴുന്ന കൊച്ചു ത്രേസ്യ ഇമ്പമാർന്ന പുണ്യദാനം പോലെ വളർന്നു. ചെറുപുഷ്പം പൂത്തുലഞ്ഞ സുരവനികളിൽ അടരുവിതളി. ചെറുപുഷ്പം പൂത്തുലഞ്ഞ സുരവനികളിൽ അടരുവിതളിൽ പെൺപിറാക്കൾ എഴുതുമരിയ സുഹൃത ഗന്ധമൂറിടുന്ന കഥകൾ പാടിടാം, കരളുണർന്നു പാടിടാം. കുഞ്ഞുകങ്ങളിൽ നന്മ നിറച്ചവൾ മഞ്ഞുമണിപ്പൂ പോൽ വിടർന്നു. അപ്പനും അമ്മയ്ക്കും സോദരങ്ങൾക്കും ഒരൽപ്പവും ദുഃഖം വരുത്തിടാതെ. വീട്ടിലും അങ്കണത്തോപ്പിലും ചെമ്പനീർ മുട്ടുപോലെന്നും അവൾ തുടിച്ചു. തെറ്റിയാൽ അമ്മയെ തേടിയെത്തും, കരം ചുറ്റിപ്പിടിച്ചവൾ മാപ്പിരക്കും. ഈശോയിലെത്താനവൾ കൊതിച്ചു, നിത്യം ഈശോയ്ക്കു സ്വന്തമാകാൻ കൊതിച്ചു. ഈശോയിലൻ ജന്മസാഫല്യമീ മണ്ണിൽ ഈശോയൻ ശ്വാസവും ആശ്വാസവും. അമ്മ മരിച്ചു പോയി, കണ്ണീരും തേങ്ങലും ദൈവം സംസാരിക്കും ഭാഷയായി. നാലാം വയസ്സിലെ ശൂന്യത മാറ്റുവാൻ വാത്സല്യ പാൽക്കടലായൊഴുകി. അപ്പൻ വാരിപ്പുണർന്ന സ്നേഹസൂനങ്ങളെ. അപ്പൻ വാരിപ്പുണർന്ന സ്നേഹസൂനങ്ങളെ. കാലം കുതിച്ചു പായുമ്പോഴും ബാലിക കർത്താവിൻ സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങി. ഏടത്തിമാരെ പോൽ ജീവിതം യേശുവിന് ഏകുവാനായെന്നും അവൾ കൊതിച്ചു. ഈശോയെ മാത്രമായി സ്നേഹിക്കുവാൻ, ഈശോയ്ക്കായി ജീവിതം അർപ്പിക്കുവാൻ. സന്യാസ ജീവിതമാണ് ഏറ്റവും ഉത്തമം. ഇന്നെങ്കിലിന്നു തന്നെ സ്വന്തമാക്കണം. കമ്മല വസ്ത്രം ധരിച്ചിടണം. ശാഠ്യം പിടിച്ചവൾ അപ്പനോടൊന്നിച്ചു മാർപ്പാപ്പയെ കണ്ടതു സാധ്യമാക്കി. ശാഠ്യം പിടിച്ചവൾ അപ്പനോടൊന്നിച്ചു മാർപ്പാപ്പയെ കണ്ടതു സാധ്യമാക്കി. എത്ര വലിയതാണ് ആശയെന്നാലും ഉൾ ശുദ്ധമെങ്കിൽ ദൈവം
ദൈവം അതും നടത്തും. 15 വയസ്സില കന്യക സന്യാസ പടിവാതിലിൽ സ്വയമൂന്നി നിന്നു. കർമ്മല വസ്ത്രത്തിനുള്ളിൽ സ്നേഹത്തിൻ ധർമ്മവും മർമ്മവും അവളറിഞ്ഞു. 15 വയസ്സില കന്യക സന്യാസ പടിവാതിലിൽ സ്വയമൂന്നി നിന്നു. ഫ്രാൻസിനി എന്നൊരാൾ വധശിക്ഷ വിധിയേറ്റു ജയിലിലാണെന്നുള്ള വാർത്ത കേൾക്കേ മരണമെത്തുന്നതിന് മുന്നേ മനസ്താപമുണരാനവൾ കേണു പ്രാർത്ഥിക്കയായി. പ്രാർത്ഥിച്ചവൾ രാവു പകലാക്കിയിടറാതെ ഫ്രാൻസിനി തൻ മനസ്സുരുകി വീണു. മരണത്തെ മുത്തും മുൻപുയർപ്പിന്റെ ചിഹ്നമാം കുരിശു പുണർന്നയാൾ വീണു കേണു. വിശ്വമാകെ വിശുദ്ധ വിശുദ്ധ പുത്രസ്യയെ പുണ്യപുണ്യമകളാൽ യേശുവിനു സ്വന്തമായ പുണ്യസ്ഫുരമേ നിൻ സുഗന്ധമേ. കുരിശു പേറി എന്റെ പാത പിന്തുടർന്നു വന്നിടൂ. നിൻ തരിശു താഴ്വിലങ്ങൾ ഹരിത വനികയായി ഞാൻ മാറ്റിടും. പ്രാണനാഥ നീയരും മരിയ പ്രണയമന്ത്രം എന്നെ താനം ചെയ്താനയിക്കും നാഗസൗഭഗങ്ങളിൽ. കൊടിയ രോഗപീഡയിൽ പിടഞ്ഞുടഞ്ഞു തീരവേ അടർന്നു വീണു കൊച്ചു ത്രേസ്യ ക്രൂശിതന്റെ ഹൃദയത്തിൽ. യേശുവിനെ സ്നേഹിക്കാൻ മാനവരെ കൊതിപ്പിച്ച കൊച്ചു ത്രേസ്യ തിരുസഭതൻ പ്രേഷിത മധ്യസ്ഥയായി. വേദനകൾ യേശുവിന്റെ തിരുമുറിവിൽ ചേർത്തവളി തിരുസഭയുടെ വേദ പാരംഗതയായി. യേശുവിനെ സ്നേഹിക്കും മനുജരിൽ ഇനി അനുദിനവും ശാശ്വത സുരവര സൂരത്തെ മഴ പൊഴിയും അവൾ. സ്വർഗീയ ദാനവര പൂമഴ ചൊരിയും. സ്വർഗീയ ദാനവര പൂമഴ ചൊരിയും. വിശുദ്ധയാം കൊച്ചു ത്രേസ്യ, വിശുദ്ധയാം കൊച്ചു ത്രേസ്യ.